Hello everyone, how are you all? I think all are fine. Today we are going to discuss about our fourth unit, communicable and common childhood diseases. In our last class we already discussed about communicable diseases and their main ways of transmission. In today's class we are going to discuss about common childhood diseases. സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ബാല്യകാല രോഗങ്ങൾ. First one, whooping cough. Whooping cough affects children under 5 years, causing continuous coughing and breathing problems. The child should be kept away from others. Whooping cough, വില്ലൻ ചുമ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ ഒരു whooping cough എന്നുള്ള അസുഖം ബാധിക്കുന്നത്. ഇത് തുടർച്ചയായിട്ടുള്ള ചുമയും അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒരു ചുമയാണ് ഈ ഒരു whooping cough ബാധിച്ചിട്ടുള്ളവരിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് ഇൻഫെക്ഷൻസ് ആവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു whooping cough ബാധിച്ചിട്ടുള്ള കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യപ്പെടണം, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. നെക്സ്റ്റ് വൺ, ഡിഫ്തീരിയ. Diphtheria affects the throat and causes fever and breathing difficulty, needs quick medical care. ഡിഫ്തീരിയ നമ്മുടെ തൊണ്ടയെയും ശ്വാസനാളത്തെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള രോഗമാണ് ഡിഫ്തീരിയ. തൊണ്ടയിൽ ഒരു പാട് പോലെ രൂപപ്പെട്ടിട്ട് ജ്വരവും അതുപോലെ തന്നെ ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉടൻ തന്നെ ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണ് ഡിഫ്തീരിയ. ശരിയായ ടൈമിൽ ചികിത്സ ലഭിച്ചിട്ടില്ല എങ്കിൽ മരണം വരെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ഡിസീസാണ് ടെറ്റനസ്. ജേംസ് എൻ്റർ ത്രൂ വൂൺസ് ആൻഡ് കോസ് മസിൽ സ്റ്റിഫ്നെസ്. വൂൺസ് ഷുഡ് ബി ക്ലീൻഡ് പ്രോപ്പർലി. ടെറ്റനസ് എന്നാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിവിലൂടെ അണുക്കൾ നമ്മുടെ ബോഡിയിലോട്ട് കയറും. എന്നിട്ട് അത് റിയാക്ട് ചെയ്യുന്നതിനെയാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. രോഗാണുക്കൾ നമ്മുടെ മുറിവിലൂടെ കയറിയിട്ട് നമ്മുടെ മസിൽസ് സ്റ്റിഫ്നെസ്, അതായത് പേശികൾ വലിഞ്ഞു മുറുകുന്നതാണ് ഈ ഒരു ടെറ്റനസിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണം വരുന്നത്. സോ മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ക്ലീനായിട്ട് വൃത്തിയായിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, പോളിയോ. Polio caused by a virus leading to weakness or paralysis, prevented by immunization. നെക്സ്റ്റ് ഡിസീസാണ് പോളിയോ. പോളിയോ ഒരു വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ബോഡി വീക്കാവുന്നതോ അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിക്കുകയോ ഒക്കെയാണ് ഇതുണ്ടായിരിക്കുക. പനിയിൽ തുടങ്ങിയിട്ട് നമ്മുടെ കൈകാലുകൾക്കൊക്കെ തളർച്ച സംഭവിക്കും, അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകും. പോളിയോ എന്നുള്ള ഒരു അസുഖം നമുക്ക് പൂർണ്ണമായും കുത്തിവെപ്പിലൂടെ തടയാൻ സാധിക്കും. ഇമ്മ്യൂണൈസേഷനിലൂടെ പോളിയോ എന്നുള്ള അസുഖം നമുക്ക് പൂർണ്ണമായും തടയാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഡിസെൻറ്ററി. ഡിസെൻറ്ററി കോസസ് ലൂസ് മോഷൻസ്, സ്റ്റൊമക് പെയിൻ ആൻഡ് വോമിറ്റിംഗ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് നീഡഡ് ടു അവോയ്ഡ് ഡീഹൈഡ്രേഷൻ. ഡിസെൻറ്ററി എന്നാൽ വയറിളക്കം. നമുക്ക് മോഷൻ ലൂസായിട്ട് പോവുക, അതുപോലെ തന്നെ വയറുവേദന ആൻഡ് വോമിറ്റിംഗ്, ഛർദി എന്നിവയൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ടുണ്ടായിരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് ഒരുമിച്ച് ലൂസ് മോഷനും അതുപോലെ തന്നെ വൊമിറ്റിങ്ങും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ജോണ്ടിസ്. Jaundice affects the liver and causes yellowing of the eyes and skin. Early treatment is important. ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം എന്നുള്ള അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? നമ്മുടെ രക്തത്തിലോ അതുപോലെ തന്നെ മലത്തിലോ ഉള്ള അണുക്കൾ വഴിയാണ് ഈ ഒരു ജോണ്ടിസ്, മഞ്ഞപ്പിത്തം പകരുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിലുള്ള അണുക്കൾ വഴിയും മഞ്ഞപ്പിത്തം പകരുന്നുണ്ട്. ഇത് മെയിനായിട്ട് കരളിനെയാണ് ബാധിക്കുക. ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. ഇത് കരളിനെ ബാധിച്ചിട്ട് നമ്മുടെ കണ്ണും അതുപോലെ തന്നെ സ്കിന്നും ഒക്കെ മഞ്ഞ നിറാവുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. നെക്സ്റ്റ് വൺ, Malaria spread by mosquito bites. Symptoms are fever, chills and headache. Prevent by avoiding mosquito bites. മലേറിയ എന്നുള്ള അസുഖം നമുക്ക് പകരുന്നത് എങ്ങനെയാണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൊതുകുകൾ കടിക്കുന്നത് വഴി രോഗാണുക്കൾ നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് മലേറിയ എന്നുള്ള അസുഖം പകരുന്നത്. ഇതിൻ്റെ സിംറ്റംസ് ആണ് ഫീവർ, നല്ല വിറയലോട് കൂടിയ പനി, ഛർദി, തലവേദന എന്നിവയാണ് മലേറിയയുടെ സിംറ്റംസ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക, ഈ ഒരു മലേറിയ വരാതെ നമുക്ക് നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാൻ കഴിയുന്നത് കൊതുക് കടി ഏൽക്കാതെ നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മലേറിയ എന്നുള്ള രോഗത്തെ പ്രതിരോധിക്കാൻ കൊതുക് കടി ഏൽക്കാതെ നമ്മുടെ ബോഡിയെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടൈഫോയിഡ്. ടൈഫോയിഡ് സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, കോസസ് ഫീവർ, ഹെഡേക്ക് ആൻഡ് വീക്ക്നെസ്. ടൈഫോയിഡ് എന്നുള്ള അസുഖം മലിനമായ വെള്ളം, ഭക്ഷണം എന്നിവ വഴി പകരുന്ന ഒരു രോഗമാണ്. കഠിനമായ ശരീരവേദന, പനി, തലവേദന, ക്ഷീണം എന്നിവയൊക്കെയാണ് ഈ ഒരു ടൈഫോയിഡ് ഉണ്ടായിട്ടുള്ള ആളുകളിൽ കാണപ്പെടുന്ന സിംറ്റംസ്.
3 മുതൽ 4 ആഴ്ച വരെയൊക്കെ നീണ്ടു നിന്നേക്കാവുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്. പനിയായിട്ടും ക്ഷീണമായിട്ടും ശരീരവേദനയൊക്കെ ആയിട്ട് നീണ്ടു നിൽക്കാവുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്. നെക്സ്റ്റ് ഡിസീസാണ് മീസിൽസ്. മീസിൽസ് കോമൺ ഇൻ ചിൽഡ്രൻ, കോസസ് ഫീവർ, കഫ് ആൻഡ് റെഡ് റാഷസ്, പ്രിവെൻറ്റഡ് ബൈ വാക്സിനേഷൻ. മീസിൽസ് അഥവാ 5-ാം പനി കോമൺ ആയിട്ട് ഈ ഒരു മീസിൽസ് കുട്ടികളിലാണ് കാണപ്പെടുന്നത്. കടുത്ത പനി, അതുപോലെ തന്നെ ചുമ, കൂടാതെ ബോഡിയിൽ റെഡ് റാഷസ്, ചുവന്ന പാടുകളൊക്കെയാണ് ഈ ഒരു മീസിൽസിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മീസിൽസ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് വാക്സിനേഷനിലൂടെ മാത്രമാണ്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നതിലൂടെ മാത്രമാണ് ഈ ഒരു മീസിൽസ് എന്നുള്ളത് നമുക്ക് തടയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ, മംസ്. Mumps causes swelling of salivary glands. Symptoms are fever and headache spread through saliva. Immunization helps prevent it. മംസ് അഥവാ മുണ്ടിനീര്. നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയായിട്ടുള്ള പാരോട്ടിഡ് ഗ്ലാൻഡിന് വീക്കം സംഭവിക്കുന്ന ഒരു രോഗമാണ് മംസ്. പാരോമിക്സോ വൈറസ് ആണ് ഈ ഒരു മംസിന് കാരണമായിട്ടുള്ള വൈറസ്. ഇതിൻ്റെ സിംറ്റംസ് ആണ് പനി, തലവേദന, ക്ഷീണം എന്നിവയൊക്കെ മംസ് ബാധിച്ചിട്ടുള്ള ആളുകളിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ്. ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് കോണ്ടാക്റ്റ് ത്രൂ, അതായത് പേഷ്യൻറ്റിൻ്റെ ഈ ഒരു മംസ് ഉണ്ടായിട്ടുള്ള ആളുകളുടെ ഉമിനീര് വഴി സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഉമിനീര് വഴിയാണ് ഈ ഒരു മംസ് എന്നുള്ള അസുഖം മറ്റുള്ളവരിലോട്ട് സ്പ്രെഡ് ആവുന്നത്. ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇമ്മ്യൂണൈസേഷനിലൂടെ, പ്രതിരോധ കുത്തിവെപ്പിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു മംസ് എന്നുള്ള അസുഖം പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഫൈനലി, റോൾ ഓഫ് ടീച്ചേഴ്സ്. Teachers should observe students' health and separate any child to prevent infection. They should also promote cleanliness, hygiene and timely vaccination. റോൾ ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൻ്റെ റോൾസ്, ഇങ്ങനെയുള്ള കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ റോൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് സ്കൂളുകളിലെ എല്ലാ കുട്ടികളെയും ആരോഗ്യനില എന്ത് ചെയ്യണം, നിരീക്ഷിക്കേണ്ടതുണ്ട്, ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ കാണുകയാണെങ്കിൽ അവരെ വേർതിരിച്ച്, മറ്റുള്ള കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ വേർതിരിച്ചിട്ട് തന്നെ ഇരുത്തേണ്ടതുണ്ട്. കൂടാതെ കുട്ടികളിൽ പേഴ്സണൽ ഹൈജീന്, ശുചിത്വം, അതുപോലെ തന്നെ സമയബന്ധിതമായിട്ടുള്ള വാക്സിനേഷനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ടീച്ചേഴ്സിൻ്റെ റോൾസാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആണ്. ഏതൊക്കെയാണ്? വൂപ്പിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ, ഡിസെൻറ്ററി, ജോണ്ടിസ്, മലേറിയ, ടൈഫോയിഡ്, മീസിൽസ് ആൻഡ് മംസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു ഓൾ.